യെസ്, മടങ്ങിയപ്പോ നമ്മുടെ പുതുവത്സരാഘോഷങ്ങളിലേക്ക്, അതിന്റെ വിശേഷങ്ങളിലേക്ക് അങ്ങ് പോയാലോ? യെസ്, ലോകം മുഴുവൻ പുതുവർഷത്തെ വരവേൽക്കാനൊരുങ്ങുമ്പോൾ എങ്ങനെയാണ് ആ ഒരുക്കങ്ങൾ എന്നതിന്റെ വിശദാംശങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. യെസ്, അപ്പോൾ സംസ്ഥാനത്ത് വിപുലമായ ആഘോഷ പരിപാടികൾ തന്നെയാണ് പുതുവത്സരം പ്രമാണിച്ചൊരുക്കിയിട്ടുള്ളത്. കൊച്ചിയിലേക്ക് പോയാൽ കൊച്ചിൻ കാർണിവലിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. കൊച്ചിക്കാർ വലിയ കാത്തിരിപ്പിലാണ്. യെസ്, അപ്പോൾ ആഘോഷ പരിപാടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാപ്പാഞ്ഞി തന്നെയാണ്. ഇത്തവണ 2 പാപ്പാഞ്ഞിമാരെയാണ് കാർണിവൽ കമ്മിറ്റി ഒരുക്കിയിട്ടുള്ളത്. ആഘോഷങ്ങളുടെ ഭാഗമായി കനത്ത സുരക്ഷയാണ് സംസ്ഥാനത്തൊട്ടാകെ ക്രമീകരിച്ചിട്ടുള്ളത് എന്നതും കൂടി പറഞ്ഞു വെക്കുന്നു. യെസ്, അഹമ്മദ് മുജ്തബയാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. മുജ്തബ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. അപ്പോൾ അവിടെ ആഘോഷ പരിപാടികൾക്കൊക്കെ തുടക്കമാവുന്നു അല്പസമയത്തിനുള്ളിൽ തന്നെ എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ നമ്മൾ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതൊക്കെ വലിയ കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ധാരാളം ആളുകൾ അതിനകത്ത് പങ്കെടുക്കുന്ന ഒരു പരിപാടിയൊക്കെയാണ്. അപ്പോൾ എത്രത്തോളം സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്, പരിപാടികളുടെ ഒരുക്കങ്ങളൊക്കെ എവിടെ വരെ, അതിനപ്പുറത്തേക്ക് വ്യക്തിപരമായിട്ട് മുജ്തബ എങ്ങനെയാണ് ഇത് ആഘോഷിക്കാൻ പോകുന്നത്? ജിൽസി സൈഫുദ്ദീൻ, ഗുഡ് മോർണിംഗ്. വ്യക്തിപരമായ ആഘോഷം കഴിഞ്ഞ തവണയ്ക്ക് ഈ സമയത്ത് രാവിലെ മുതൽ നമ്മൾ ഇവിടെ ഫോർട്ട് കൊച്ചി തന്നെ ആയിരുന്നു. വൈകിട്ട് ഡ്യൂട്ടിയാണല്ലോ, അപ്പോൾ ആഘോഷം പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നും അങ്ങനെയൊക്കെ തന്നെ ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ജിൽസി തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ പാപ്പാഞ്ഞിയുടെ ഒരു കാര്യം, അത് വളരെ കൗതുകത്തോടെ നമ്മളൊക്കെ ചെറുപ്പകാലം മുതൽ തന്നെ കേട്ടു തുടങ്ങി. എനിക്ക് പുറകിൽ കാണുന്ന ഈ പാപ്പാഞ്ഞി, ഇതാണ് കത്തിക്കുന്ന 2 പാപ്പാഞ്ഞിമാരിൽ. നമ്മൾ ഇപ്പോഴുള്ളത് വെളി ഗ്രൗണ്ടിലാണ്, തൊട്ടപ്പുറത്ത് പരേഡ് ഗ്രൗണ്ടും ഉണ്ട്. കാർണിവൽ കമ്മിറ്റിയുടെ പരിപാടി ഔദ്യോഗികമായി ഈ 2 സ്ഥലങ്ങളിൽ നടക്കുകയാണ്. നമുക്ക് വലിയ വിവാദമൊക്കെ അറിയാം, അനുമതി കൊടുക്കാത്ത പ്രശ്നമുണ്ട്. സൈഫുദ്ദീൻ എന്താ പറഞ്ഞേ? പാപ്പാഞ്ചിക്ക് ആരുടെ രൂപസാദൃശ്യമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചതാ. അതിലേക്കാണ് മുസ്തഫ സംസാരിച്ചു വന്നത് അവസാനം. ഇല്ല 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 അത് നമുക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, ഒരു തവണ വലിയ പ്രശ്നമായി സ്ലൈറ്റ് മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തിയ ഒരു സംഭവം നമുക്ക് ഓർമ്മയുണ്ട്. ഇത്തവണ എന്തായാലും അത്തരം വിവാദങ്ങൾ ഇതുവരെ സോഫാർ അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. അതിന്റെ ക്ലോസ് ഒരു മുഖസാദൃശ്യം നമുക്ക് അങ്ങനെ തോന്നുന്നില്ല. പക്ഷേ ഇനിയിപ്പോ അന്തിമ നിമിഷത്തിൽ എന്തെങ്കിലും വരുമോ എന്നുള്ളത്. ഇനി അപ്പുറത്ത് പരേഡ് ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞിയിലേക്കും നമ്മളൊന്ന് പോകുന്നുണ്ട്, ആ ദൃശ്യങ്ങളൊന്ന് കാണിക്കാം. എന്തായാലും വൈകിട്ട് വിപുലമായ, ഇപ്പം ഒരു കഴിഞ്ഞൊരു 10 ദിവസത്തിലേറെയായി ഈ ഇവിടെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ടാവും വലിയ മഴ മരത്തിൻ്റെ ഒക്കെ ഒരു ഫുൾ ലൈറ്റൊക്കെ തെളിയിച്ച ഒരു മരത്തിൻ്റെ, അതാണ് ഈ ഫോർട്ട് കൊച്ചി പുതുവത്സരാഘോഷത്തിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എന്തായാലും വിപുലമായ ക്രമീകരണങ്ങളുണ്ട്. ഇതിങ്ങനെ വിശാലമായി കിടക്കുന്ന ഒരു വെളി മൈതാനമാണ്, ചുറ്റും കുറേ മരങ്ങളും, ഇതിനകത്ത് ബാരിക്കേഡൊക്കെ വെച്ച് ഒരു ഷോപ്പിംഗ് സെൻറ്റർ പോലെ ഇതിൻ്റെ ഈ ഗ്രൗണ്ടിൻ്റെ ചുറ്റും കുറേ സ്റ്റാളുകളൊക്കെ ക്രമീകരിച്ച് ആളുകൾക്ക് വൈകിട്ട് ഇങ്ങോട്ട് ഇറങ്ങാം. എല്ലാ ദിവസവും ഒരു ഫെസ്റ്റീവ് മൂഡാണ്. ഇവിടുത്തെ കലാപരിപാടികളുണ്ട്, DJ ഉൾപ്പെടെയുള്ള ഗാനമേള ഉൾപ്പെടെയുള്ള പരിപാടികളുണ്ട്. ആളുകൾക്ക് വന്ന് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഈ മഴമരത്തിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് കുറേ ഫോട്ടോ ബൂത്തുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഫെസ്റ്റീവ് മൂഡാണ്. അതാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ഫോർട്ട് കൊച്ചിയുടെ ഒരു പുതുവത്സരാഘോഷത്തിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഉണ്ടാകും, അതോടൊപ്പം തന്നെ പരേഡ് ഗ്രൗണ്ടിലും ഉണ്ടാവും. ഇന്നിപ്പോൾ അതിൻ്റെ ഒരു സമാപനം എന്നുള്ള നിലയ്ക്കാണ് ഈ ഗ്രൗണ്ടിൽ ഈ പാപ്പാഞ്ഞി കത്തിച്ച് ഉത്സവാഘോഷങ്ങളുടെ ഒരു പരിസമാപ്തി, ഒരു പുതുവത്സരാഘോഷത്തെ വരവേൽക്കാനുള്ള. ഒപ്പം തന്നെ ഈ ഗ്രൗണ്ടിൽ തന്നെ ഈ പോലീസിൻ്റെ ഒരു സുരക്ഷാ ക്രമീകരണമാണിത്. ഫുൾ ടൈം ഈ സർവൈലൻസ് ഉണ്ട് എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. കാര്യം 1.5 ലക്ഷത്തോളം ആളുകളെയാണ് ഇവിടെ കമ്മിറ്റി പ്രതീക്ഷിക്കുന്നത്, പോലീസ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ വിപുലമായ സജ്ജീകരണം തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു കണക്ക് പോലീസ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. കമ്മീഷണർ പറഞ്ഞത് 13 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ 28 ഇൻസ്പെക്ടർമാരും 1200 പോലീസുകാരുമാണ് ഈ പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി ഈ 2 സ്ഥലങ്ങളിൽ ക്രമീകരിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ പാർക്കിംഗ് ഉണ്ടാകില്ല, 2 മണിക്ക് ശേഷം ഇങ്ങോട്ട് വാഹനം വിടില്ല. അത് ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും അത്തരം വാഹനങ്ങൾ കടത്തിവിടില്ല. പിന്നെ റോറോയുടെ സർവീസ് ഉണ്ട്, ഈ ജങ്കാറിൻ്റെ സർവീസ് 4 മണി വരെ മാത്രം വാഹനങ്ങൾ കയറ്റൂ. അതിനുശേഷം പിന്നീട് ആളുകളെ 7 മണി വരെ കൊണ്ടുപോകും. ഡ്രോൺ നിരോധിത മേഖലയാണ്. അത്തരത്തിലുള്ള കുറേ അധികം സൗകര്യങ്ങളുണ്ട്. കൃത്യമായി പോലീസിൻ്റെ നിരീക്ഷണം ഉണ്ടാകും എന്നുള്ളതാണ്. എന്തായാലും രാത്രി ന്യൂ ഇയറിൻ്റെ ഒരു ഓളം, കുറച്ച് ഒരു രാത്രി ഇതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ അന്തിമ പരിപാടിയിലേക്ക് പോകുന്ന സമയത്ത് കൗണ്ട് ഡൗൺ ഒക്കെ ഉണ്ട്. വിദേശികൾക്ക് പ്രത്യേക പവലിയനൊക്കെ ഉണ്ടായിരുന്നു. അത്തരം മുഴുവൻ സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ ഒരുക്കി അതിൻ്റെ ഒരു അന്തിമ ഘട്ടത്തിലേക്ക് പോവുകയാണ്. 2 സ്ഥലങ്ങളിൽ ഉണ്ട്, ഇത്തവണ ഉണ്ട് എന്ന്. കഴിഞ്ഞ തവണ നമുക്കറിയാം, ഈ പരേഡ് ഗ്രൗണ്ടിൽ മൻമോഹൻ സിംഗിൻ്റെ നിര്യാണത്തെ തുടർന്ന് അന്ന് ഔദ്യോഗിക പരിപാടി വേണ്ട കാര്യം ഈ കാർണിവൽ കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ജില്ലാ കളക്ടറാണ്.
അതുകൊണ്ട് ആ പരിപാടി വേണ്ട എന്ന് വെച്ചിരുന്നു. അതുകൊണ്ട് ഈ ഗ്രൗണ്ടിൽ തന്നെയായിരുന്നു ഇത്രയധികം ആളുകൾ തിങ്ങി നിറഞ്ഞിരുന്നത്. ഇത്തവണ കുറെ കൂടി സൗകര്യം എന്നുള്ള നിലയ്ക്ക് 2 സ്ഥലത്തും ഉണ്ട്. അത് 2 സ്ഥലത്ത് എല്ലാ വർഷങ്ങളിലും ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ കുറെ കൂടി സ്പ്ലിറ്റായി പോകും ഈ ഓഡിയൻസ്. അതുകൊണ്ട് ഈ ഗ്രൗണ്ടിലും പരേഡ് ഗ്രൗണ്ടിലും രണ്ടും അടുത്തടുത്താണ്. 2 ഇടങ്ങളിലായി 2 പാപ്പാഞ്ഞിമാരെ കത്തിക്കും എന്നുള്ളതാണ്. എന്തായാലും ആ സമയത്തെ ദൃശ്യങ്ങൾ കൂടി വളരെ പ്രധാനമാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കൗണ്ട് ഡൗണിലേക്ക് പോകാൻ ഇന്നിപ്പോൾ എന്തായാലും പുലർച്ചെ ഇന്നിപ്പോൾ രാത്രിയോടുകൂടി ഈ വർഷത്തെ ഏറ്റവും അവസാനത്തെ ദിവസം കടന്നൊരു പുതുവത്സരത്തെ ആഘോഷിക്കാൻ നമ്മൾ ഈ വെളി ഗ്രൗണ്ടിൽ നിന്ന് തത്സമയം ഉണ്ടാകും. ഇൽസി, സൈഫുദ്ദീൻ. ശരി മുജ്തബ, എന്തായാലും കൊച്ചിക്കാർക്ക് അതെ. പാപ്പാഞ്ഞി കത്തിക്കലാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്ന്. പാവം പാപ്പാഞ്ഞി എല്ലാ വർഷവും കത്തിത്തീരാനാണ് പാപ്പാഞ്ഞിന് വിധി. ഇത്തവണ 2 പേരുണ്ട് കേട്ടോ, 2 പേരങ്ങ് നിന്ന് കത്തും. ആ കത്തൽ പുതുവർഷത്തിലേക്കുള്ള വെളിച്ചമാകുമെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും കണ്ടറിയാം പാപ്പാഞ്ഞി നിന്ന് കത്തിയത്. എന്തായാലും